ദിനീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നഹാസ് ഹോസ്പിറ്റലിലെ മികക്കരായ കുറച്ച് നേഴ്സുമാരും അത് ഡോക്ടേഴ്സും മാനേജ്മെൻറ്റും ചെയ്യുന്ന കൃഷി കാണാൻ. കൂടുതൽ ഞങ്ങൾ പറക്കാട് ഹെർബലിൻ്റെ സ്ഥാപനം കൂടിയ റസാഖ് പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പരപ്പനങ്ങാടിയിലെ നഹാസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റാഫുകൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പച്ചക്കറി കൃഷി അത് വിസിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാഫുകൾ എല്ലാവരും അവരുടെ ഓരോ ടീമായി തിരിച്ചിട്ട് വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ അതുപോലെ വെള്ളരി വർഗ്ഗങ്ങൾ തുടങ്ങിയ കൃഷികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ അവർ പുതുതായിട്ട് ഹൈഡ്രോപോണിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചെറുങ്ങൊന്നും കാഴ്ചയില്ലല്ലേ? ഇത് നിങ്ങളതല്ലേ? ഓരോ നമ്പർ ഇട്ടല്ല. തക്കാളി പഴുക്കുമ്പോ തന്നെ പറിച്ചോണം, എന്നാലേ അടുത്തത് കായ വെട്ടൊന്നും ആവുള്ളൂ. ഈ വഴുതനങ്ങക്ക് പറിക്കേണ്ട സമയം കിട്ടില്ല. നിങ്ങൾ കട്ട് ചെയ്താലേ? ഇതൊക്കെ ചീര പറിക്കേണ്ട സമയം തെറ്റിട്ടാ. ഇത് പൂടാൻ സമ്മതിക്കത് മുരത്തും. വഴുതനങ്ങ പറിക്കേണ്ട സമയം അയക്കണം. തക്കാളി ഒന്ന് പഴുക്കാൻ വെക്കരുത്, അതിന്റെ മുന്നേ പറിച്ചു. ഫംഗസ് വന്നില്ല. 13 തക്കാളിയൊക്കെ ഒരു തക്കാളി മരത്ത് തന്നെ 10-15 തക്കാളി ഉണ്ടല്ലേ? വലിയ തക്കാളിയാണ്. വലിയ തക്കാളിയാ കേട്ടോ. ഞങ്ങളാനൊന്നും ഉണ്ടാക്കിയിട്ട് ഇത്ര വലിപ്പമില്ല. ഇത് ഏത് ഗ്രൂപ്പിന്റെയാണ് കൃഷി ഉള്ളത്? ഇത് വഴുതനങ്ങ, തക്കാളിയിലെ, പിന്നെ മുളകൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിലെത്ര ആളുണ്ട്? നിങ്ങള് ഒരാൾ മാത്രമേ ഉള്ളൂ? ഒരാളല്ലേ? പോകുന്നതാണ്. പിന്നെ വെണ്ടക്ക ഉണ്ടല്ലേ? വെണ്ടക്കൊക്കെ പറക്കേണ്ട. ഇത് ഹൈബ്രിഡ് വിത്തായതുകൊണ്ട് മുളക്കൂല. നാടൻ വിത്തല്ലല്ലോ, ഹൈബ്രിഡ് അല്ലേ? നല്ല മുളകാ, നല്ല നീളല്ല മുളകാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ജോലി തിരക്കിനിടയിലും വന്നിട്ട് കുറച്ച് സമയം കണ്ടെത്തി ഈ പച്ചക്കറി, ഈ വേസ്റ്റ് വെള്ളം കൊണ്ട് ട്രീറ്റ് ചെയ്ത് വരുന്ന വെള്ളം കൊണ്ട് ഞങ്ങൾ ഈ പറമ്പ് ക്ലിയർ ആക്കിയിടുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ജോലി തിരക്കിൻ്റെ ഇടയിലും വന്നിട്ട് കുറച്ച് സന്തോഷം കണ്ടെത്തും. ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ വിളവെടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതൊരു സന്തോഷം വേറെയാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും, കുറച്ച് ആളുകൾ രാവിലെ വരും, കുറച്ച് ആളുകൾ ഉച്ചയ്ക്ക് വരും, വൈകുന്നേരം വരും. അങ്ങനെ ജോലിൻ്റെ ഗ്യാപ്പിൽ ആ ജോലി തിരക്കിനിടയിൽ വന്നിട്ട് ഞങ്ങൾ പരിപാലിച്ചിട്ടാണ് ഇത്രയും പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിളവെടുപ്പാൻ ഉണ്ടായത്. മാനേജ്മെന്റ് നല്ല സഹകരണം, മാനേജ്മെന്റ് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. എല്ലാ സാധനങ്ങളും, വളം, സാധനങ്ങൾ, പച്ചക്കറി ഒക്കെ വാങ്ങാൻ മാനേജ്മെന്റ് നല്ല സപ്പോർട്ടാണ്. നഹാസ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ കൃഷിക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാഫുകളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഓരോ ഗ്രൂപ്പുകൾക്കും കൃഷി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ട വെള്ളം ഈ ഹോസ്പിറ്റലിൽ ഉൽപ്പാദിക്കുന്ന
വേസ്റ്റ് വാട്ടർ അത് ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി ആ വെള്ളം ഉപയോഗിച്ചാണ് ഈ കൃഷി മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത വെള്ളം ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം തികയാതെ വരികയല്ലാതെ എക്സസ് ആയിട്ട് വെള്ളം വരുന്നില്ല. എല്ലാ വെള്ളവും ഈ കൃഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. നല്ല വെള്ളം അത് ഗവൺമെൻറ് പറയുന്ന പാരാമീറ്റേഴ്സിൽ ആക്കി ആ വെള്ളമാണ് നമ്മൾ ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി നന്നായിട്ട് വളരുന്നുമുണ്ട്, അതിൽ നിന്ന് കായ്ഫലങ്ങൾ നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. അത് സ്റ്റാഫിനും ഒരു പ്രോത്സാഹനമാണ്, കൃഷി ചെയ്യാനുള്ളവർക്ക് ഒരു നല്ലൊരു പ്രോത്സാഹനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഈ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുക എന്നതുകൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ വിജയപ്രദമായി നടക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധി ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്ന ഈ സിസ്റ്റത്തിലൂടെയാണ് നമ്മളിങ്ങനെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ, ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് അതിനുവേണ്ട സൗകര്യങ്ങളും കൃഷിയിടവും തന്ന ഹോസ്പിറ്റൽ നമ്മളത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് ആൾ വന്നിട്ടും അതേപോലെ പരപ്പനങ്ങാട് കൃഷി വകുപ്പിലെ സാറും വന്ന് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. നല്ല വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. ഇപ്പോൾ ഇടയിലൊരു മഴ വന്നപ്പോഴാണ് കുറച്ചൊരു ഡള്ളായി പോയത്. സുലഭമായിട്ട് വെള്ളം അതാണ്. വെള്ളം നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ടാണ് കൃഷി നന്നായിട്ട് പോയത്. പച്ചക്കറികളിൽ തക്കാളി വളരെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചീര, വഴുതന, വെണ്ട ഇതാണ് കാര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിനേക്കാളും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഹോസ്പിറ്റൽ കോമ്പൗണ്ട് പൂന്തോട്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം പറഞ്ഞുതരാൻ പറ്റും? അത് വേസ്റ്റ് വെള്ളം ഉപയോഗിച്ച് വളമില്ലാതെ വേസ്റ്റ് വെള്ളത്തിൽ നിന്ന് അതിനെ ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള കൃഷിയാണ്. അക്വാപോണിക് സിസ്റ്റമാണ് ചെയ്യുന്നത്. ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്, മണ്ണില്ലാത്ത രീതിയിലാണ് കൃഷി നടത്തുന്നത്. മണ്ണില്ലാ കൃഷിയാണ് നടത്തുന്നത്. സാധാരണ മത്സ്യം ഇട്ടിട്ടാണ് ഉണ്ടാക്കല്. ഹോസ്പിറ്റൽ വേസ്റ്റിലെ വെള്ളം കൊണ്ട് നിങ്ങൾ ചെയ്യാം. ഇതില് അക്വേറിയ ആയിട്ട് വരുന്നില്ല, കൃഷിയായിട്ടാണ് വരുന്നത്. തുടങ്ങുന്നുള്ളൂ. മുമ്പ് ചെയ്തിരുന്നു, അതിപ്പോ താഴേക്ക് ഇറക്കിയതാണ്. അന്ന് മുകളിലായിരുന്നു, ഇപ്പൊ താഴേക്ക് ഇറക്കിയിട്ട് ചെയ്യും. നല്ല വഴുതനങ്ങളാണ്, നീല വഴുതനം കണ്ട്. ഇവിടുത്തെ വളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ്. ഈ ഹോസ്പിറ്റലല്ല, അപ്പം അതിൽ നല്ല വെള്ളം ശുദ്ധീകരിച്ച് വരുന്ന വെള്ളത്തിലാണ് നടക്കുന്നത്. ഇടയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കും. മുളകൊക്കെ കണ്ടില്ല കാഴ്ച നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇതൊരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. നേഴ്സ് സ്റ്റാഫും എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. ഒരു വഴുതനങ്ങൻ്റെ വലുപ്പം കണ്ടില്ലേ? ഒരു 250 ഗ്രാമിൻ്റെ അടുത്തുള്ള ഒരു വഴുതനങ്ങ. ഒരു 4 ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ടാവും. വേറുണ്ട്. തക്കാളി കണ്ടില്ലേ? തക്കാളി നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഒരു തക്കാളി ഒരു 250 ഗ്രാമൊക്കെ ഉണ്ടാവും. ഒരു തക്കാളി 250 അല്ല, 4 ഉണ്ടെങ്കിൽ ഒരു 500 ഗ്രാമൊക്കെ ഉണ്ടാണ്ട് തക്കാളികളാണ്. കൂർക്കൽ ഓരോ ടീം വർക്കിന് എന്താ വെച്ചാൽ പിടിച്ച് ഓരോ നമ്പർ ഇട്ടിക്കണം. ആ നമ്പർ പ്രകാരമുള്ള അവരാണ് ഇതിൻ്റെ ടീം ലീഡേഴ്സ്. ചുവപ്പ് ചീരയൊക്കെ ഉണ്ട്. ചീരേൻ്റെ വലിപ്പമൊക്കെ ഉണ്ടല്ല, അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ട്. വഴുതനങ്ങയാണ് കൂടുതൽ. ഇത് വിത്തും വളങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് ഇവരാണ്. പരപ്പാട് ഹെർബൽ റസാഖ് ഭായി ആണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. വഴുതന കാഴ്ചയ്ക്കുണ്ട്.
തക്കാളി കേട്ടോ, തക്കാളി കഴിച്ചിട്ടുണ്ട്. ഒരു കൊലയിൽ 5 അക്കാണ് തക്കാളി ഉള്ളത് കേട്ടോ. കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. മുളക് കഴിച്ചിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടാണ് മുളക് ഉണ്ടായത്. മുളകാണ്. നല്ല നീളമുള്ള ടൈപ്പാണ് അല്ലേ? ഓരോ കമ്പിലും കമ്പില് കായണ്ടാണ് ടൈപ്പ് അല്ലേ? ഓരോ കമ്പിലും കായുണ്ടാവും. ഒന്ന് പറിക്കണ്ടേ? ഈ ഒരു കൊമ്പിലുണ്ടാവും. ആ അല്ലിക്ക് കൊറേ ഉണ്ടായിരുന്നു, ഇന്നലെ പറിച്ചതാ, മിനിയാന്ന് പറിച്ചതാ. ഞാൻ കുറെ ദിവസമായി ഇവരോടൊത്ത് വീഡിയോ എടുക്കാൻ വരണമെന്ന്. നല്ല നീളമല്ല കോവക്ക. മഞ്ഞ് വെള്ള നീലല്ലേ?